ദൈവത്തിന് മഹത്വം. കുടുംബചിന്തകളിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. 1 ശമൂവേൽ 1:26. അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരമ്മ ദൈവാലയത്തിൽ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ചെല്ലുന്നു. നടക്കാൻ പ്രായമായ കുട്ടിയാണ്, എടുക്കുകയല്ല. ഈ മാതാവിന് ചില പ്രായമുള്ളതാണ്. അവർക്ക് ഒത്തിരി വൈകിയാണ് കുഞ്ഞ് ജനിച്ചത്. ലേറ്റ് മാരേജ് അല്ല, ലേറ്റ് ഡെലിവറിയാണ്. ഒടുവിലാണ് അവർക്ക് കുഞ്ഞ് ജനിക്കുന്നത്. അറിയാം, ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം കഥകൾ. ഒത്തിരി പ്രായമായി കഴിഞ്ഞ് ദൈവം കൊടുത്ത കുഞ്ഞാണ്. അവിടുത്തെ പുരോഹിതന് ചില കാഴ്ച പ്രശ്നമുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഈ അമ്മ സ്വയം പരിചയപ്പെടുത്തുകയാണ്. യജമാനെ, എന്നെ ഓർമ്മയുണ്ടോ? പണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു സ്ത്രീയില്ലേ, ഇത് ഞാനാണ്. യജമാനെ, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാണ്. കണ്ടിന്യൂസ് ആയിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മ. അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഭയിലൊക്കെ ചിലപ്പോൾ ഭിന്നത വരും. മനുഷ്യർ തമ്മിൽ ഭിന്നത, അസൂയ, കുശുമ്പ്, വഴക്ക്, നേതാക്കൾ തമ്മിൽ മത്സരം, ഇതൊക്കെ വന്നേക്കാം. പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ നിനക്ക് ചർച്ചിനോടുള്ള ബഹുമാനം, നിനക്ക് ദൈവത്തോടുള്ള നന്ദി, അത് കുറയരുത്. അവൾ ആ സീസണിൽ പള്ളി പോകുമായിരുന്നു. ആ കാലത്ത് പള്ളി വളരെ മോശമായിരുന്നു. പുരോഹിതന്റെ മക്കൾ ചീത്തയായിരുന്നു, പിഴയായിരുന്നു. ഏറ്റവും നല്ല മക്കളാകേണ്ട മക്കൾ ഏറ്റവും തല്ലിപ്പൊളിയായി. പള്ളിയിലെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന തടിച്ചു കൊഴുത്ത മക്കൾ, ആത്മീയ നേതൃത്വത്തിന്റെ തണലിൽ കൊഴുത്തു വളർന്ന മക്കൾ, ദൈവത്തെയും ദൈവസഭയെയും അപമാനിച്ചുകൊണ്ട് അഹങ്കാരം കാണിക്കുന്നു. ഇന്നും ഇല്ലേ ഇങ്ങനെയൊക്കെ? ഒരിക്കലും അങ്ങനെ വരാതിരിക്കട്ടെ. നമ്മുടെ മക്കള്, എൻ്റെ മക്കള് ഇതുപോലെ പ്രഭാഷകരും പാസ്റ്റർമാരും ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ നിർബന്ധിക്കത്തില്ല. കാരണം അവർക്ക് ആ ഒരു ദൈവവിളിയും ദൈവാശ്രയവും ഇല്ലെങ്കിൽ അവരെൻ്റെ തണലിൽ ദൈവസഭയ്ക്ക് ദോഷം ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരെയും ഭയമില്ല, ആരെയും ആശ്രയിക്കുന്നുമില്ല, ആരുടെയും ഇഷ്ടത്തിന് തുള്ളത്തുമില്ല. പക്ഷെ ആരോടും പിണങ്ങുകയില്ല. അത്ര വലിയ തൻ്റെ ഇടമൊന്നുമുള്ള പാർട്ടിയല്ല. പക്ഷേ എനിക്ക് വളരെ വ്യക്തമായിട്ട് ദൈവത്തെ അറിയാം. എൻ്റെ കാര്യത്തിന് വേണ്ടി ദൈവം ഇടപെടുന്നില്ലെങ്കിൽ പിന്നെ ആരും ഇടപെട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്നെ ഒരാളിപ്പോൾ തേജോവധം ചെയ്യാതിരിക്കട്ടെ, ദൈവം ഇടപെടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇടപെടുന്നേ? ഞാൻ ആരുടെ വകയാ? എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യം. ഈ ഒരു ഉറപ്പ് ഇല്ലാതെ എൻ്റെ മകനോ എൻ്റെ മോളോ സുവിശേഷ വേലക്കാരായാൽ അവർ സഭയെ കൊള്ളയടിക്കും. ഉറപ്പാണ്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടത്ര സമൃദ്ധിയോ ഉയർച്ചയോ വരാതെ വരുമ്പോൾ അവർ പിന്നെ അതും ഇതൊക്കെ ഒപ്പിക്കും. അതിനേക്കാൾ നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കുകയും സ്ഥലത്തെ പാസ്റ്റർ സഹായിക്കുകയും ചെയ്യല്ലേ നല്ലത്.
ഞാൻ ദുബൈയിൽ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ചെറിയ ദുഃഖം പോലും മനസ്സിലാക്കി എന്നെ സഹായിക്കുന്നത് പാസ്റ്ററുടെ മോളാണ്. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അത്രയും മതി, അത്രയും അവർ ചെയ്തേച്ചാൽ മതി. വളരെ മോശമായ മക്കളെ ഈ ചർച്ചിൽ നിന്ന് വളർന്നു വന്നു. ആ സമയത്താണ് മറ്റൊരമ്മ ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് വരിക. എൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു, സന്തോഷത്താൽ നിറയുന്നു. രണ്ടമ്മമാരെ കണ്ടോ, രണ്ടപ്പന്മാരെ കണ്ടോ? ഒരമ്മ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പറയുക, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ടോ? പുരോഹിതൻ പറഞ്ഞുകൊണ്ടുണ്ട്. ഞാൻ എന്തിനാ പ്രാർത്ഥിച്ചതെന്നറിയോ? ഒരു വീട് വെക്കാനല്ല, ഒരു കുഞ്ഞിനെ കിട്ടാനാ. ഞാൻ അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാലനെ കൈ പിടിച്ചുകൊണ്ട് വന്നു. നല്ല അമ്മമാർ, നല്ല മക്കൾ, ഓ നല്ല ഭാരതം. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.